ഹായ് ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വളരെ രസകരമായൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഥ എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ഒരു ഷോർട്ട് സ്റ്റോറി അല്ല. ഇതൊരു തുടർക്കഥയാണ്. അമിഷ് ത്രിപാഠിയുടെ ഇമ്മോർട്ടൽസ് ഓഫ് മലൂഹ. പേര് പോലെ തന്നെ ചിരഞ്ജീവികളായ മലൂഹയിലെ ജനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും എല്ലാത്തിലുമുപരി ദേവന്മാരുടെ ദേവനായ മഹാദേവനെക്കുറിച്ചുമാണ് ഈ കഥയിൽ പ്രധാനമായും വിവരിച്ചിട്ടുള്ളത്. മഹാദേവനെ ദൈവസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു മനുഷ്യനായിട്ടാണ് അമിഷ് ത്രിപാഠി ഈ കഥയിൽ ഉടനീളം പറഞ്ഞു വരുന്നത്. അതായത് രക്തവും മാംസവുമുള്ളൊരു മനുഷ്യൻ തൻ്റെ കർമ്മം മൂലം ദൈവമായിട്ട് എല്ലാവരുടെ മനസ്സിലും വാഴ്ത്തപ്പെടുന്നതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. ഞാൻ ഈ നോവൽ വായിക്കുമ്പോൾ തുടക്കത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് വായിച്ച് വരുമ്പോൾ എന്നെ മൊത്തത്തിൽ പിടിച്ചിരുത്തിയൊരു നോവലാണിത്. അതായത് നമ്മൾ ശരിക്കും ആ ഒരു ലോകത്തിലേക്ക്, മെലൂഹ എന്നൊരു ലോകത്തിലേക്ക് നമ്മൾ പോവും. നമുക്ക് ആ ലോകത്ത് ജീവിക്കാനായിട്ട് കൊതി തോന്നും. നമുക്ക് ആ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതി എന്ന് തോന്നും. പക്ഷേ ഇത് അമിഷ് ത്രിപാഠി പറയുന്നുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ തോന്നിയ, അദ്ദേഹം മഹാദേവനെ ഒരു മനുഷ്യ സങ്കല്പമായിട്ട് എഴുതിയൊരു കഥ എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് ശരിക്കും ഇങ്ങനൊരു ലോകമുള്ളതായിട്ട് നമുക്ക് തോന്നും. എന്താ പറയുക, നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആ ലോകത്തിലേക്ക് പോവില്ലേ? അതുപോലെ തന്നെ ഈ ഒരു നോവൽ വായിക്കുമ്പോൾ ഞാൻ ആ ഒരു ലോകത്തിലേക്ക് പോയി. അത്രയും രസകരമായൊരു നോവലാണിത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഓക്കെ, ഇനി അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് മാനസ സരോവർ നദിയുടെ തീരത്തു നിന്നാണ്. അവിടെ ഈ കഥയുടെ നായകനായ ശിവൻ ചുവന്ന ആകാശത്തെയും നോക്കി നിൽക്കുകയാണ്. സമയം സന്ധ്യയാവാറായി. സൂര്യൻ അസ്തമിക്കാനായി തയ്യാറെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 21 വയസ്സായി. അദ്ദേഹം ഗുണ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗത്തിൻ്റെ തലവനാണ്. ഈ 21 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് പല സൂര്യോദയങ്ങളും നഷ്ടമായിട്ടുണ്ട്. പക്ഷേ സൂര്യാസ്തമയങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്താതെ നോക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് സൂര്യാസ്തമയം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗോത്രവർഗ്ഗക്കാർ ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായി ഒരുപാട് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ നാടിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നോക്കി. അവിടെ ഭദ്രൻ ഉൾപ്പെടെ കുറച്ച് ഭടന്മാർ കാവൽ നിൽക്കുകയാണ്. ഭദ്രൻ എന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസിയും കൂടാതെ ചെറുപ്പം മുതലേ ഉള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുമാണ്. പക്ഷെ മറ്റുള്ള ഭടന്മാർ കാവലിരുന്ന് അവരൊരുപാട് തന്നെ ക്ഷീണിച്ചതിനാൽ മയങ്ങിപ്പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ഭദ്രനെ കണ്ണുകൊണ്ട് കാണിച്ചു. മറ്റുള്ളവർ ഇതാ മയങ്ങിക്കിടക്കുകയാണെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. ഭദ്രൻ അവരെ പെട്ടെന്ന് തന്നെ ഉണർത്തെഴുന്നേൽപ്പിക്കുകയും ശാസിക്കുകയും ചെയ്തു. ഭദ്രന് കൂട്ടുകാരനാണെങ്കിൽ പോലും ശിവൻ ആ ഗോത്രവർഗത്തിൻ്റെ നേതാവായതുകൊണ്ട് തന്നെ വല്ലാത്ത ബഹുമാനമായിരുന്നു അദ്ദേഹത്തോട്. ശിവൻ പതുക്കെ വീണ്ടും സൂര്യനെ നോക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർഗം ഗുണ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗമാണ്. ഇവർ മാനസ സരോവർ നദിയുടെ തീരത്താണ് താമസിക്കുന്നത്. പ്രകൃതീസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഗോത്രവർഗ്ഗക്കാർ മലയുടെ മുകളിൽ കാടിനുള്ളിലാണ് താമസിക്കുന്നത്. അവർക്ക് ഈ മാനസ സരോവർ നദിയുടെ വാസം ഉറപ്പാക്കാനായി എന്നും ഇവരുമായിട്ട് യുദ്ധമാണ്. ഇവരുടെ ഈ സ്ഥലം എങ്ങനെയെങ്കിലും തട്ടി എടുക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ ഗുണ എന്നറിയപ്പെടുന്ന വർഗ്ഗക്കാർ ഏതു സമയവും ഇവരുമായിട്ടുള്ള യുദ്ധം പ്രതീക്ഷിച്ച് കഴിയുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ദിവസം ആയിരുന്നു അന്നും. അവർ പ്രകൃതീസിനെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മറ്റൊരു വിദേശികൾ അവരുമായി യുദ്ധത്തിന് വരികയും അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങിയ വിദേശികളെ ശിവൻ തൻ്റെ കുടിലിലും മറ്റു പല കുടിലിലുമായി തടവിലാക്കി. ആ സമയം ആ വിദേശികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേര് നന്ദി എന്നാണ്. അദ്ദേഹം ശിവനടുത്തേക്ക് വരികയും അദ്ദേഹത്തോടൊരു കാര്യം പറയുകയുണ്ടായി. ഇവിടെ എന്നും യുദ്ധമാണ്. നിങ്ങൾ ആരും തന്നെ സമാധാനം എന്നത് തൊട്ട് തീണ്ടാത്ത ആൾക്കാരാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും ജീവിക്കാൻ ദിവസവും യുദ്ധം ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് താമസിക്കുന്നത്? ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വരുന്നത്. ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഈ ഹിമാലയൻ പർവ്വതത്തിൻ്റെ അപ്പുറത്താണ് ഉള്ളത്. നാടിൻ്റെ പേര് മെലൂഹ എന്നാണ്. പക്ഷേ ഞാൻ ആ നാടിനെ സ്വർഗരാജ്യം എന്ന് വിളിക്കും.
കാരണം ഈ ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും സമ്പൽ സമൃദ്ധമായ നാടാണത്. മാത്രവുമല്ല, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കുടിയേറ്റക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും കൃഷി ചെയ്യാനുള്ള സ്ഥലവും അതിനു വേണ്ട സാധന സാമഗ്രികളെല്ലാം തന്നെ ഞങ്ങൾ നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ നാടിനെ നിയമങ്ങളെല്ലാം അനുസരിക്കുകയും സമയത്തിന് കൃഷി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്താൽ മാത്രം മതി. ഇതിനേക്കാൾ എത്രയോ സമാധാനപരമായ അന്തരീക്ഷമാണ് അവിടെയുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടമെല്ലാം നിർത്തിവെച്ച് ഈ യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൂടെ പോരൂ. ഇതെല്ലാം ഓർത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടിലിനടുത്തേക്ക് പോയി. കുടിലിനകത്ത് ഈ നന്ദി എന്ന് പറയുന്ന വിദേശി വിശ്രമിക്കുകയാണ്. ഇനി ഈ മനുഷ്യനാണോ ദൈവകൽപിതമായ ആ ലക്ഷ്യത്തിലേക്ക് എന്നെ നയിക്കാൻ പോകുന്നത്? അമ്മാവൻ പറഞ്ഞതുപോലുള്ള നിയോഗം എനിക്കുണ്ടോ? ശിവൻ തൻ്റെ ഗുരുവായ അമ്മാവൻ പറഞ്ഞതോർത്തു. നിന്റെ നിയോഗം ഈ വിശാലമായ പർവ്വതങ്ങളെക്കാൾ വലുതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആ മഹാപർവ്വതങ്ങളെ തന്നെ നീ മറികടക്കണം. നല്ലൊരു നിയോഗം ഞാൻ അർഹിക്കുന്നുണ്ടോ? ശിവൻ നിദ്രയിലാണ്ട് കിടക്കുന്ന നന്ദിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവനൊരു ശംഖനാദം കേട്ടു. പ്രകൃതികൾ ജാഗ്രത! വാള് വലിച്ചൂരിക്കൊണ്ട് ശിവൻ അലറി. തൊട്ടപ്പുറത്ത് വെച്ചിരുന്ന കുപ്പായത്തിൽ നിന്നും വാള് വലിച്ചൂരി തൽക്ഷണം തന്നെ നന്ദിയും ചാടി എഴുന്നേറ്റു. അവർ ഗ്രാമകവാടത്തിനകത്തേക്ക് പാഞ്ഞു. ഭദ്ര, നമ്മുടെ ഭടന്മാർ തടാകത്തിനടുത്തേക്ക് നീങ്ങട്ടെ. ശിവൻ ഭദ്രന് ആജ്ഞ നൽകി. ഭദ്രൻ ഉടൻ തന്നെ ആജ്ഞ കൈമാറി. മറ്റുള്ള ഭടന്മാരെല്ലാം തന്നെ നിമിഷങ്ങൾക്കകം അവരുടെ മേലേക്ക്, പ്രകൃതികളുടെ മേലേക്ക് ചാടി വീണു. സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒളിത്താവളങ്ങളിലേക്ക് ഓടി. പ്രകൃതികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമായിരുന്നു അത്. പക്ഷെ വിധി വീണ്ടും പ്രകൃതികൾക്കെതിരായിരുന്നു. വിദേശ സാന്നിധ്യം മൂലം ശിവൻ ഗുണസൈനികരോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ പ്രകൃതികളുടെ മിന്നലാക്രമണം എന്ന തന്ത്രം പാളി. മെലൂഹന്മാരുടെ സാന്നിധ്യവും നിർണായകമായി. അത് ചെറിയതെങ്കിലും ആ യുദ്ധത്തെ ഗുണന്മാർക്ക് അനുകൂലമാക്കി. അങ്ങനെ പ്രകൃതികൾക്ക് പിന്തിരിഞ്ഞോടേണ്ടതായി വന്നു. മുറിവേറ്റ് ചോരയൊഴുകുന്ന ശിവൻ ആ യുദ്ധത്തിൻ്റെ അവസാനം തൻ്റെ ഭാഗത്തിന് സംഭവിച്ച നഷ്ടങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. 2 ഗുണന്മാർ മരിച്ചിരിക്കുന്നു. അവർ ആ വംശത്തിൻ്റെ വീരനായകന്മാരായി ആദരിക്കപ്പെടും. പക്ഷേ അതിലും വിഷമകരമായത് 10ഓളം വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മുന്നറിയിപ്പ് ലഭിച്ചത് വളരെ വൈകിയായിരുന്നു. അവരുടെ ഛിന്നഭിന്നമായ മൃതദേഹങ്ങളെ കണ്ടെത്തി. നാശം വളരെ വലുതായിരിക്കുന്നു. നമ്മളെ തോൽപ്പിക്കാനാവാതെ വരുമ്പോൾ പ്രകൃതീസ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു. രോഷാകുലനായ ശിവൻ ആ ഗോത്രജനാവലിയെ ഒന്നടങ്കം ഗ്രാമമധ്യത്തിലേക്ക് വിളിച്ചു വരുത്തി. അവൻ നിശ്ചയിച്ചു, ഈ ഭൂമി കിരാതകന്മാർക്ക് പറ്റിയതാണ്. യാതൊരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ നിരവധി യുദ്ധങ്ങൾ ചെയ്തു. എൻ്റെ അമ്മാവൻ ഈ മലവർഗക്കാർക്ക് ഈ തടാകത്തിനടുത്ത് താമസം അനുവദിച്ചു കൊടുത്തിട്ട് പോലും ഈ യുദ്ധത്തിന് ഒരു കുറവുമില്ല. എന്താണ് തുടർന്ന് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. വിദേശികളുടെ ക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. നന്ദിയെയും മറ്റു വിദേശികളെയും കാണിച്ചുകൊണ്ട് ശിവൻ തുടർന്നു. ഇന്ന് അവർ നമുക്കൊപ്പം തോളോട് തോൾ നിന്നതുകൊണ്ടാണ് നമ്മൾ യുദ്ധം ജയിച്ചത്. അതുകൊണ്ട് തന്നെ അവർ എൻ്റെ വിശ്വാസം കൈപ്പറ്റിയിരിക്കുന്നു. ഞാൻ അവർക്കൊപ്പം മെലൂഹയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെൻ്റെ മാത്രം തീരുമാനമായിക്കൂടാ. നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭദ്രൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ശിവ, നീയാണ് ഞങ്ങളുടെ മുഖ്യൻ. നിന്റെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം. അതാണ് ആചാരം. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ശിവൻ തുടർന്നു പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കും. ആ മാറ്റം നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ദിവസേനമുള്ള അതിക്രമണത്തിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതായിരിക്കും ആ ജീവിതം. ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഗുണന്മാർ സംസാരിക്കട്ടെ. ഇത്തവണ ഞാൻ നിങ്ങളെ പിന്തുടരും. ഗുണന്മാർക്ക് അവരുടെ കീഴ്വഴക്കങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ശിവനോടുള്ള ആദരവ് ആചാരങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല, മറിച്ച് അവൻ്റെ സ്വഭാവത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. തൻ്റെ പ്രതിഭ കൊണ്ടും വ്യക്തിഗതമായ തീരുമാനം കൊണ്ടും ഗുണന്മാരെ നിരവധി സൈനിക വിജയത്തിലേക്ക് ശിവൻ നയിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരൊറ്റ ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനവും.
അങ്ങനെ ഗുണന്മാരും അവരുടെ നേതാവായ ശിവനും നന്ദിയുടെയും മറ്റ് വിദേശികളുടെയും ഒപ്പം മെലൂഹിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അടുത്ത ഭാഗം അടുത്ത പല എപ്പിസോഡുകളിലായി ഞാൻ പറയുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരൊറ്റ എപ്പിസോഡിലായി പറയാനായിട്ട് പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു തുടർക്കഥയാണ്. സോ പല എപ്പിസോഡുകളിലായിട്ടായിരിക്കും ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുക. കഥയുടെ പൂർണ്ണ ഭാഗങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും എപ്പിസോഡുകൾ തീർച്ചയായും കേൾക്കുക.